ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, കന്നുകാലി ആരാധിക്കരുത്, പാമ്പിനെ ആരാധിക്കരുത്, പട്ടിയെ ആരാധിക്കരുത്, പൂച്ചയെ ആരാധിക്കരുത്, കൊതുകിനെ ആരാധിക്കരുത്, പല്ലി പാറ്റായ ഒന്നിനെ ആരാധിക്കരുത്, വൃക്ഷത്തെ ആരാധിക്കരുത്, അവൻ മണ്ണിനെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, ഉപദേശമാരെ ആരാധിക്കരുത്, സഭയുടെ നേതാക്കന്മാരെ ആരാധിക്കരുത്, മത നേതാക്കന്മാരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നിനക്ക് വേണ്ടി ജീവനെ തന്ന സർവജ്ഞനായ ക്രിസ്തുവേശു, അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് രാത്രി കയ്യും കെട്ടി അമ്മയെ കയ്യും കെട്ടിയിരിക്കാതെ എപ്പോഴാ പോകുന്നെന്നറിയാലോ. സ്തോത്രം പറ. കോവിഡ് വല്ലാം മർദ്ദിക്കുക കണ്ടില്ലേ? സ്തോത്രം പറയായിരുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. യേശു ക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആരാ ആരാധിക്കേണ്ടത്? ചുമ്മാ പോകുന്നവരെല്ലാം കയറി ആരാധിക്കുക. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട് കേട്ടോ. സ്തോത്രം. ഒറ്റവാക്കി പറഞ്ഞ ഭാഗം വിടാൻ വിവരിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് ഒറ്റവാക്കി പറഞ്ഞ. അപ്പൊ ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇനി ആരാണ് ആരാധിക്കേണ്ടത്? അതിന് ഉദാഹരണമായിട്ട് വചനത്തിൽ നിന്നൊരു തെളിവ്. ഇസ്രായേൽ മക്കളെ 430 വർഷം അടിമകളായി മിസ്രൈമിലുണ്ട്. അതിലേതാണ്ട് 215 വർഷം പീഡ. ഒടുവിൽ മോശ മുഖാന്തരം ദൈവം ഇവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഇവരെ കുഞ്ഞാട് നേരത്ത് ചോരത്തളി ആചരിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞാൽ രക്ഷാനിർണയം പ്രാപിച്ചു. പൗലോസ് പറഞ്ഞല്ലോ, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. കുഞ്ഞാട് നേരത്ത് ചോരത്തളി ആചരിച്ചവര് ചെങ്കടൽ കടന്നു. അത് സ്നാനം. അപ്പൊ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ചിലക്ക് ഇപ്പോഴും ഡൗട്ടായി എങ്ങനെ സ്നാനപ്പെടണം. വെള്ളത്തിൽ മുങ്ങിയ സ്നാനം അല്ല, എന്നെ അവിടെ ഇട്ട് ഇങ്ങനെ മെഡിക്കൽ അടിക്കുന്ന ഒന്നും അല്ല സ്നാനം. വെള്ളത്തിൽ മുങ്ങണം. സ്നാനപ്പെടേണ്ട പുള്ളിയും സ്നാനപ്പെടുത്തേണ്ട പുള്ളി വെള്ളത്തിൽ. ഡൗട്ട് അടിക്കാതിരിക്കാൻ യേശു കാണിച്ചു തന്നേച്ചാ പോയത്. പിന്നെ നിനക്ക് സംശയമാണ്. യേശു അന്ന് നടന്നാ വന്ന്, അല്ലാതെ എടുത്തോണ്ടല്ല. ഉറങ്ങരുത്, സ്നാനപ്പെടുത്താം, ബാബോ. നടന്നാ വന്ന്, നടന്നു വന്ന് വെള്ളത്തിൽ ഇറങ്ങി, മാതൃക കാണിച്ചാ പോയി. അതെ, അങ്ങനെ സ്നാനപ്പെട്ട് മറുകര കയറി. ഈ അക്കരെ കയറി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചു. പുറപ്പാട് 14 പിന്നാലെ പാഞ്ഞു വന്ന വൈരിയെ ദൈവം നീക്കി ഇവര് സ്നാനപ്പെട്ട് മറുകര കയറി. പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ാം അധ്യായത്തിന്റെ 19 വരെ മോശയും ഇസ്രായേൽ മക്കൾ പുരുഷന്മാരെല്ലാം കൂടെ ചേർന്ന് പാടി. 20-ാമത്തെ വാക്യത്തിൽ അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്തു. 20-21 സഹോദരിമാര് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ 22 ഇവര് ശൂർ മരുഭൂമിയിൽ വന്നതായിട്ടാണ് നമ്മൾ പുറപ്പാട് 15-22 വായിക്കുന്നത്. അപ്പോൾ 15-ാം അധ്യായത്തിൽ ആരാധനയാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? ഒറ്റ വാക്ക് പറഞ്ഞാൽ, മിസ്രൈമിൽ 430 വർഷം കിടന്നിട്ട് ആരാധിച്ചെന്ന് വാക്യമില്ല. കഴിച്ചെന്നും കുഴച്ചെന്നും വാക്യമുണ്ട്. മണ്ണ് കുഴച്ച്, അപ്പൊ കുഴച്ചെന്നും ഉണ്ട് വാക്യം, കഴിച്ചെന്നുമുണ്ട്. ആരാധിച്ചെന്ന് വാക്യമില്ല. പിന്നെ ആരാധിച്ചപ്പോഴാ ചെങ്കടൽ കിടന്ന് അക്കരെ കയറിയപ്പോഴാ. അങ്ങനെയെങ്കിൽ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ വേണം ദൈവത്തെ ആരാധിക്കാൻ. ആ ആരാധനയിൽ ദൈവപ്രസാദം ഉളവാകും. പ്രൈസ് ദി ലോർഡ്.
ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച സൂത്രവാക്യമൊന്നുമല്ല, ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതാ. ഞാനാണ് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷമായി പുസ്തകം വായിക്കാൻ തുടങ്ങിയത്, അല്ലാതെ പെന്തിക്കോസുകാരൊന്നും പഠിപ്പിച്ചതല്ല. അങ്ങനെ ധരിക്കരുത്. പെന്തിക്കോസുകാരെല്ലാം കൂടെ പഠിപ്പിച്ച് പുള്ളീനെ ഇറക്കി കളത്തിലേക്ക് വിട്ടേക്കുന്ന അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഞാൻ ഒരു ക്രൈസ്തവ പാരമ്പര്യം പോലും എനിക്കില്ല. സ്തോത്രം. സാക്ഷ്യമൊന്നും പറയുന്നില്ല, നേരമില്ലാത്തത് കൊണ്ടാണ്. അമ്പലത്തിലെ ദീപാരാധന കഴിഞ്ഞ് പ്രസാദം വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം, സുഖമില്ലാത്ത സമയമാണ്. അങ്ങോട്ട് എന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. അതിനുശേഷമായിട്ടാണ് ഈ ബൈബിള് കയ്യിലെടുത്ത് വായിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചപ്പോൾ മനസ്സിലായി ഇതാ ശരിയായ സ്നാനമാണ്. അതായി പറയുന്നത്, അല്ലാതെ ആരുടെ മക്കാലത്ത് പിടിച്ച് പറയുകയല്ല. സ്തോത്രം. ദൈവത്തെ ആരാധിക്കണം. ആട്ടെ, മുമ്പോട്ട് പോകാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ അർത്ഥസഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതെ, നിങ്ങൾക്കറിയാം ഈ യൂദായുടെ ലേഖനത്തിന് പ്രത്യേകത പലതുണ്ട്. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ ഭാഗം വേണം. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. അത് ക്രമീകരിച്ചു വന്നപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പുറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു കാരണം, ഈ നിത്യത എന്ന പദം പറഞ്ഞ് പര്യവസാനിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. നിത്യത. മറ്റ് 20 ലേഖനത്തിൽ നിത്യത എന്ന പദം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല ഇടങ്ങളിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. സഹോദരി വായിച്ചാട്ടെ, 24-25 വാക്യം, യൂദായുടെ ലേഖനം. മൈക്ക് കൂടെ. നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും. ആ പദം കണ്ടോ? സർവകാലത്തിനും മുമ്പും ഇപ്പോഴും അടുത്തത് സദാകാലത്തോളം. 2 പദമാണ് കൊടുത്തിരിക്കുന്നത്. സർവകാലത്തിനു മുമ്പും സദാകാലത്തോളം. വേദപണ്ഡിതാക്കൾ ഈ വാക്യം, ഈ പദം അർത്ഥമാക്കി തരുന്നത്, ഇതിന്റെ ശരിയായ അർത്ഥം പഠിച്ചാൽ നിത്യത എന്ന പദമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സർവകാലത്തിനു മുമ്പും സദാകാലത്തോളം. അപ്പൊ ശ്രദ്ധിക്കുക, നിത്യത എന്ന പദം പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ കാര്യം, നിത്യത എന്ന പദമേ യൂദയുടെ ലേഖനത്തിലുള്ളൂ. ആ നിത്യത എന്താണെന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. 21-22 അധ്യായം നല്ല നിലയിൽ ധ്യാനിച്ച് പഠിച്ചാൽ ആ നിത്യതയെപ്പറ്റി പൂർണ്ണമായ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അപ്പോൾ നിത്യത എന്ന പദം പറഞ്ഞേച്ച് എൻ്റെ ഭാഷയെ പറഞ്ഞ നിത്യതയിലോട്ട് കയറാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. സ്തോത്രം. ഇപ്പോൾ ആരും നിത്യതയിൽ പ്രവേശിക്കുന്നില്ല. പിന്നെ പാപ്പച്ചനും വേവിച്ചനും തങ്കമ്മ കൊച്ചമ്മ എല്ലാം മരിക്കുമ്പോൾ നമ്മൾ പിന്നെ നോട്ടീസ് അല്ലല്ലോ അതിന് പറയുന്നത് തന്നെ. പോസ്റ്റും ഫ്ലക്സും ഒക്കെ അടിക്കും പറയുന്നത് പാപ്പച്ചൻ നിത്യത. സ്വഭാവം വെച്ച് നോക്കിയാൽ പോകാൻ ഒരു ചാൻസും ഇല്ല. പാച്ചാൻ്റെ വീട്ടുകാർക്ക് ഇച്ചിരി കാശുള്ളത് കൊണ്ട് മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. ഇപ്പോഴാരും നിത്യതയിൽ പ്രവേശിക്കുന്നില്ല. വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ ഉപദേശം അനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. സ്തോത്രം. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നിത്യത എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും നിർണയിക്കാനും ഒക്കത്തില്ല. അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിപ്പെട്ട കാര്യമാണ്. എന്തായാലും കൊള്ളാം, നാം നിത്യതയിൽ പ്രവേശിക്കും. ഒരു പഴയ പാട്ടിന്റെ വരികൊണ്ട്, നിത്യകാലം മുഴുവൻ സത്യമണ്ണവ ഓ ക്രിസ്തുവേശുവോടു കൂടെ വന്നിടും ഉള്ളമുയരും ഉള്ളങ്കാൽ പൊങ്ങും
കാൽ വന്നുണ്ടേ, തള്ളുമോ ഞാനിത്ര വലിയ പ്രത്യാശ, തള്ളുമോ ഞാനിത്ര വലിയ പ്രത്യാശ. സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, കോടി കൂകും നേരത്തോ ഉഷസ്സിൽ വരുമോ, കോടി കൂകും നേരത്ത് ഉഷസ്സിൽ വരുമോ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവമക്കൾ നിത്യതയിൽ പ്രവേശിക്കും. അത് ഓടിച്ചു പോകാം. അപ്പൊ നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനം. വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ ഇത് കൊടുക്കാൻ കാര്യം, നിത്യത എന്ന പദമേ പറഞ്ഞിട്ടുള്ള നിത്യത എന്തുവാന്ന് വെളിപ്പാട് പുസ്തകത്തില്ല. അങ്ങോട്ട് കയറുക. ഇനി നിങ്ങൾക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, യൂദായുടെ ലേഖനത്തിൽ ആകെ 25 വാക്യമേ ഉള്ളൂ. ഒത്തിരി വാക്യം, ഒറ്റ അധ്യായമായി 25 വാക്യം. 20 ഞാൻ എപ്പോഴും പറയും 25 വാക്യമേ ഉള്ളൂ എങ്കിലും സകല വിഷയവും ഈ ലേഖനത്തിലുണ്ട്. മുഴുവൻ കാര്യമുണ്ട്. മുഴുവൻ കാര്യമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയം മുതല യൂദ തുടങ്ങിയിരിക്കുന്നത്. ഒന്നുകൂടെ ശരിക്ക് പറഞ്ഞാൽ, ഭൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വായിക്കണം. 6-ാം വാക്യം, ദൂതലോകത്തെ വിഷയം. നമ്മുടെ കട്ടപ്പനക്കാരനാണോ അവിടെ അവിടെ നിന്ന് വർത്താനം പറയുന്നത്? തങ്ങളുടെ വാഴ്ച കുന്തളംപാറയാണോ? അധികം വർത്താനം പറയരുതേ, ശ്രദ്ധിച്ചോണം. ഇവിടെ നിന്ന് പിടികിട്ടി. എനിക്ക് ഗുണമുള്ള കാര്യം ആ പറയുന്നറിയാം, എന്നാലും ഇങ്ങോട്ട് നോക്കി. ഇത് 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മതി. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ ആ യൂദ തുടങ്ങിയിരിക്കുന്നത്. ചെറിയ ലേഖനമല്ല, ദൂതലോകത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം സംഭവിച്ച ദൂതലോകത്തെ വിഷയം യൂദ തുടങ്ങി. ഇത്ര ഈടുറ്റ ലേഖനമാണ്. മനുഷ്യ സൃഷ്ടിക്ക് മുമ്പാണല്ലോ ദൂതന്മാരുടെ വീഴ്ച. യെശയ്യാ 14, യെഹെസ്കേൽ 28, ഇരമ്യാവ് 4 ഒക്കെ ചേർത്ത് പഠിച്ച 31 കൂടെ ചേർത്താൽ, യൂദയുടെ ലേഖനവും പത്രോസിന്റെ ലേഖനവും ഒക്കെ ചേർത്ത് പഠിച്ചാൽ ആ സംഭവം ദൈവദാസന്മാർക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തൊടുന്നില്ല. തന്നെയല്ല, അവരിപ്പോ തന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നു, അവിടെയൊക്കെ കയറി കൈവെക്കാറായി വന്ന്. ഞാൻ വെക്കുകയല്ല, കൈ വെക്കുന്നതല്ല, ഞാൻ അങ്ങ് ഓടിപ്പോവുക. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ യൂദ ഈ ലേഖനത്തിൽ തുടങ്ങി. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ 18-ാം വാക്യം. നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് ഒന്നുകൂടെ വായിച്ചോ. അന്ത്യകാലത്ത് മതി. അന്ത്യകാലത്ത്. അപ്പോൾ 6-ാം വാക്യത്തിൽ ദൂതകാലത്തെ കാര്യം, 18-ാം വാക്യത്തിൽ അന്ത്യകാല കാര്യം. അപ്പൊ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദ ലേഖനത്തിൽ കൊടുത്തു. എനിക്ക് ഈ ഭാഗമെല്ലാം വേറെ വാക്യവും കൂടെ ചേർത്ത് കോർത്ത് ചില പാട്ടുണ്ട്, പഴയ പാട്ട്, അതുകൂടെ ഇണക്കിയാ വരേണ്ടത്. ഇന്നതിന് മുതിരുന്നില്ല, കാരണം സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. സ്തോത്രം. എനിക്ക് സംസാരിക്കണമെങ്കിൽ കുറഞ്ഞത് ഇങ്ങനെയുള്ള രംഗങ്ങളിൽ 2 മണിക്കൂർ കാണാൻ നല്ലതാണ്. അത് പ്രസംഗത്തിന്റെ മെച്ചം കൊണ്ടോ ഡീപ്പായിട്ട് പോകുന്നുണ്ടില്ല, നമ്മൾ ഈ പാട്ടുകൂടെ പാടുന്നത് കൊണ്ടാണ്. പാട്ടില്ലെങ്കിൽ ഒരു 40 മിനിറ്റുള്ള സാധന കയ്യിൽ ഉള്ളു. പിന്നെ പാട്ടുകൂടെ ഇടുന്നത് കൊണ്ടാണ് ഇത്. അത് അങ്ങനെ അതിൻ്റെ പരിപാടി. അപ്പം എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നിങ്ങൾ ഭാരപ്പെടണ്ട, നമുക്ക് കൃത്യസമയത്ത് നിർത്താം. നോക്കട്ടെ. അപ്പൊ എന്തായാലും ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ യൂദ കൊടുത്തു. ഇത് ഈ ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക, സൂക്ഷിച്ചോണം. നമ്മുടെ മിനിസ്ട്രിയുടെ പേരെന്തുവാ? ഗ്രേസ് മിഷൻ ഓഫ് ഇന്ത്യ അല്ലേ? സൂക്ഷിച്ചോണം. ഇതിന്റെ പ്രസിഡന്റ് ആരാ? സൂക്ഷിച്ചോണം. സെക്രട്ടറി ആരാ? സൂക്ഷിച്ചോണം.
കമ്മിറ്റിക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചോണം. അപ്പൊ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കണം. പരസ്യമൊക്കെ നടത്തുമ്പോൾ സൂക്ഷിച്ചോണം. ചിലപ്പോൾ അടി വരാൻ സാധ്യത. കണ്ണുമടച്ചെന്ന് തന്നെ അങ്ങ് പറയരുത്, ഒന്ന് നോക്കിയോണം. സൂക്ഷിച്ചോണം. മൈക്ക് കൈ കിട്ടിയ പോതക്കേട് വിളിച്ച് പറയരുത്, സൂക്ഷിച്ചോണം. പോതക്കേട് പറഞ്ഞവരുടെ മൈക്ക് അറവ കൊടുത്താൽ നിങ്ങളെല്ലാം മണ്ടിക്ക് പൊക്കോണം. പുള്ളി അവിടെ നിന്ന് പറഞ്ഞേച്ച് കിട്ടുന്ന മേടിച്ചോണ്ട് സൂക്ഷിച്ചോണം. എല്ലാവരും സൂക്ഷിക്കണം. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചു നോക്കുക എന്ന് തോന്നല്ലോ. സൂക്ഷിച്ചോണം. അതാണ് 4 ഭാഗത്ത് എഴുതിയിട്ടുണ്ട് സൂക്ഷിക്കണം. നിങ്ങൾ 1-ാം വാക്യം വായിച്ചാട്ട് ദൈവദാസി. യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട അവിടെ സൂക്ഷിച്ചു അവിടെ സൂക്ഷിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. 6-ാം വാക്യം വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചെങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ സൂക്ഷിച്ചു. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനായി സൂക്ഷിച്ചു. 6-ാമത്തെ വാക്യത്തിൽ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അന്ധകാരത്തിന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് സൂക്ഷിച്ചു. 21-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. അവനവനെ സൂക്ഷിച്ചോണം. നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ നിന്നാൽ വിശുദ്ധന്മാരെ സൂക്ഷിക്കുന്നു, ദൂതന്മാരെ പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധന്മാർ തങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. അങ്ങനെ സൂക്ഷിച്ച് 24-ാം വാക്യം. ഇങ്ങനൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ വീടാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, ദുരിതാമൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതാമൻ ചുറ്റിലും നേരം വീടാതെ ഈ മരുമാസം തുടർന്നിടുവാൻ, വീഴാതെ നിൽക്കുവാൻ തുണ ചെയ്യണേ എന്നാത്മനായകനേ. ഈ വരുവാസം യോർദാൻ കടന്നാൽ ഭാഗ്യകാനാനിൽ, യോർദാൻ കടന്നാൽ ഭാഗ്യകാനാനിൽ, മോദമോടെന്നും വാസിക്കും യുഗായുഗ, മോദമോടെന്നും വാസിക്കും യുഗായുഗ, വീഴാതെ നിൽക്കുവാൻ തുണ ചെയ്യണേ എന്നാത്മനാ സ്തുതിക്ക്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതുവരെ നിന്നെ സൂക്ഷിച്ചില്ലേ, മേലിനും സൂക്ഷിക്കും. കോവിഡിന്റെ ആരംഭ സമയം വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ഭർത്താവ്, ഭാര്യ, മക്കൾ, വേണ്ടപ്പെട്ടവർ, സ്നേഹിതരൊക്കെ കടന്നുപോയി. അവര് മഹാഭാവികളായതുകൊണ്ട് പോയതല്ല, ദൈവം അവരെ നേരത്തെ ചേർത്ത് കൊണ്ടു. നമ്മൾ വിശുദ്ധന്മാരും നീതിമാന്മാരും ആയതുകൊണ്ട് ഇവിടെ ഇരുത്തിക്കുന്നതുമല്ല. ആമൻ, ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നതാ. ഇനിയും സൂക്ഷിക്കാൻ നിന്റെ ദൈവം വിശ്വസ്തനാ. ഇനിയും കരുതുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാ. ഇനിയും സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാ. വീടാതെ വണ്ണം നിങ്ങൾ സൂക്ഷിച്ച്. അതെ, ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പദം സൂക്ഷിക്കുക എന്നുള്ളതാ. സൂക്ഷിക്കണം. ഇനി ഈ ലേഖനത്തിന്റെ ഒരു വിശേഷത, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദ തുനിഞ്ഞത്. പൊതുവിലുള്ള രക്ഷ. രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ തുനിഞ്ഞെങ്കിലും എഴുത്ത് ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് മനസ്സിലായി രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം.
കാരണം ഈ രക്ഷ എന്ന വിഷയം എഴുതാൻ തുടങ്ങിയ ആ സമയത്ത് ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് കയറി. ദുരുപദേശക്കാര് അവര് കേറിയ കയറ്റത്തെ പറ്റി ഒരു മലയാള പദം നുഴഞ്ഞു കയറിയെന്ന്. അങ്ങനെ മലയാളത്തിൽ കൂടെ, ഇംഗ്ലീഷൊന്നും എനിക്കറിയാൻ പറ്റും. ഇംഗ്ലീഷിൽ എങ്ങനെ? ഇപ്പം മലയാളത്തിൽ തന്നെ ഇരിക്കട്ടെ. നുഴഞ്ഞു കയറി. ഈ നുഴഞ്ഞു കയറുന്നത് നല്ല ഉദ്ദേശത്തോടല്ല. ബഹുമാനപ്പെട്ട ഷേണായി പാസ്റ്റർ എന്നെ ക്ഷണിച്ചു, ഞാനും പ്രാർത്ഥിച്ചു, അവരും പ്രാർത്ഥിച്ചു, ടീം അംഗങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ അല്പം വൈകി വരുമെന്ന് അറിയിച്ചു. 7:30 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞ് കൃപയാൽ ആ സമയത്ത് വരുവാനിടയായി. വണ്ടി അവിടെ നിർത്തി നടന്ന് നേരെ ഇങ്ങോട്ട് വരിക. നുഴഞ്ഞാന്നോ ഞാൻ വന്നേ? അല്ല, എനിക്കിവിടെ അങ്ങനെ വരേണ്ട കാര്യം, ഇവിടെ നല്ല എങ്ങും അങ്ങനെ നുഴഞ്ഞു ചെല്ലേണ്ട കാര്യം. എന്റെ വരവിന്റെ ഉദ്ദേശം ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചു, പ്രാർത്ഥിച്ച് ദൈവകൃപയെ ശരണപ്പെട്ട് ഇവിടെ വന്നു. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇവിടെ ചെയ്യുക. പിന്നെ എന്റെ ആഗ്രഹം പൗലോസ് പറഞ്ഞതുപോലെ ചങ്ങല ഒഴിക മുഴുവനെണ്ണോ എന്നെ പോലെ ആകണം എന്ന് പറഞ്ഞ എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം, എല്ലാവരും വേർപാട് പാലിക്കണം, എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. ആ ഒരൊറ്റ ഉദ്ദേശത്തോടെ ഇവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് നുഴഞ്ഞു വരേണ്ട കാര്യമല്ല, നേരെ ഇങ്ങോട്ട് വന്നു. സ്തോത്രം. അപ്പൊ ഈ നുഴഞ്ഞു വരുന്നത് നല്ല ഉദ്ദേശത്തോടല്ല. ഇപ്പോഴും ചില സന്ദർഭത്തിൽ, നേരത്തെ മിക്കപ്പോഴും ന്യൂസ് പേപ്പർ നമ്മൾ രാവിലെ വായിക്കുമ്പോൾ ചരമ കോളേജിന്റെ ഇപ്പുറത്തെ പേജിലും ചിലപ്പോൾ ചില ഫ്രണ്ട് പേജിലും ഒക്കെ കാണും, പലസ്തീൻ സേന നുഴഞ്ഞു കയറി. ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ടിലൊക്കെ ചിലപ്പോൾ കാണും, പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. അപ്പൊ പാകിസ്ഥാൻകാര് നുഴഞ്ഞു കയറുന്നത് ഇന്ത്യക്ക് ഗുണം വരുത്താനല്ല, ഗുണം പിടിപ്പിക്കാനും ഗുണം വരുത്താനാണെങ്കിൽ അന്തസ്സായിട്ട് ഇന്ത്യ ഗേറ്റ് കൂടെ നേരത്തെ അറിയിച്ചേച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ ചെന്ന് സല്യൂട്ട് സ്വീകരിച്ച് മാന്യമായിട്ട് കയറിയല്ലേ ഇന്ത്യക്ക് വരണ്ടേ. അല്ലാതെ വെള്ളയുടെ ഇടയിൽ കൂടെ ആണ്, കമ്പിവേലിയുടെ ഇടയിൽ കൂടെ. കമ്പിവേലിയുടെ ഇടയിൽ കൂടെ വരുമ്പോൾ ഓർത്തോണം, ഇവൻ ഇന്ത്യയെ ഗുണപ്പെടുത്താൻ വരുന്നതല്ല, ഇന്ത്യയെ തകർക്കാൻ വരുന്നതാണ്. അപ്പോൾ എന്തു വില കൊടുത്തും അതിനെ നേരിടണം. ആഭ്യന്തരം സുസജ്ജമായിരിക്കണം. എന്റെ ഭാഷ പറഞ്ഞ വ്യോമസേനയും കരസേനയും നാവികസേനയും സകല സേനയും സുസജ്ജമായിരിക്കണം. നുഴഞ്ഞു വരുന്നവനെ അന്നേരം പിടികൂടണം. ഇതുപോലെ പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. നുഴഞ്ഞു വന്നിരിക്കുന്ന 3-ാം വാക്യം വായിച്ചേ. 3-ാം വാക്യം ചടിയടാന്ന് വായിക്കണം. നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. പിന്നെ ഓഫാക്കരുതെന്ന്. അബദ്ധരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. കണ്ടോ? അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ പദം നുഴഞ്ഞു വന്നു. അപ്പൊ ഈ സഭയ്ക്കകത്ത് ദുരുപദേഷ്ടക്കന്മാർ നുഴഞ്ഞാ കയറിയത്. ഇപ്പൊ അങ്ങനെ ധാരാളം ദുരുപദേഷ്ടക്കന്മാരുണ്ട്. വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരുണ്ട്, വേറൊരു സുവിശേഷം പറയുന്നവരുണ്ട്, വേറൊരു ആത്മാവിന് വിധേയപ്പെട്ടു പോകുന്നവരുണ്ട്. നാളെ ഒരാളോട് ദൂത് പറയുന്നു, പുള്ളിയുടെ പ്രായം ദൈവാത്മാവ് പറയാ 45. ദൈവാത്മാവിന് തന്നെ ഇപ്പം ഷുഗർ കൂടിയെന്ന് തോന്നുന്നു. കാരണം ഓർമ്മക്കേട്. ദൈവാത്മാവിന് തന്നെ ഇപ്പം ഡൗട്ടാ, 45 ആണോ 45 46. നിങ്ങൾക്ക് സ്തോത്രം. അതെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഒത്തിരി കൊണ്ട് പറയാം. അപ്പൊ ഈ ദുരുപദേശം പഠിപ്പിക്കുന്ന ആൾക്കാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി.
വീട് തരുന്ന ചിലക്ക് പ്രസംഗം അതാ, വീട് തരുന്ന യേശു, വണ്ടി തരുന്ന യേശു, വിദേശത്ത് അയക്കുന്ന യേശു, കടം മാറ്റുന്ന യേശു, കാശ് തരുന്ന യേശു. യേശുവിനെ അറിഞ്ഞാൽ ഇതൊന്നും കിട്ടുകയില്ലെന്നൊന്നും അല്ല വാദം. അതല്ല മെയിൻ വിഷയം. സ്തോത്രം, നിന്റെ പാപം പരിഹരിച്ച്, സ്തോത്രം, നീ ഒരു ദൈവ പൈതലായി തീരണം, നീ രക്ഷിക്കപ്പെടണം, യേശുക്രിസ്തുവിന് ഹൃദയം കൊടുക്കണം. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. പിന്നെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തന്നോളും. TPM-കാര് പാടുന്ന ഒരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നവർ വേണേ ഒരു ശീലി പാടിക്കോ, എടുത്ത് പാടാൻ വയ്യ, അതുകൊണ്ടാണ് നിങ്ങളൂടെ പാടാൻ പറഞ്ഞത്. ജീവനും ഭക്തിക്കും വേണ്ടിയ നോക്കയും തൻ ദിവ്യമാം ശക്തി ദാനം ചെയ്തതിനാൽ, ജീവനും ഭക്തിക്കും വേണ്ടിയ നോക്കയും തൻ ദിവ്യമാം ശക്തി ദാനം ചെയ്തതിനാൽ, ആനന്ദമേ ക്രിസ്ത്യ ജീവിതം, ആശ്വാസമുണ്ടി പാതയിൽ, ആനന്ദമേ ക്രിസ്ത്യ ജീവിതം, ആശ്വാസമുണ്ടി പാതയിൽ. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ പ്രിയനിയടക്കേകിയ നന്മകൾ എന്തികെ ഞാൻ പകരം പരലേകിടും. എൻ പ്രിയനി ഏഴക്കേകിയ നന്മകൾ എന്തികെ ഞാൻ പകരം പരലേകിടും. ആനന്ദമേ ക്രിസ്ത്യ ജീവിതം, ആശ്വാസമുണ്ടി പാതയിൽ. ആനന്ദമേ ക്രിസ്ത്യ ജീവിതം, ആശ്വാസമുണ്ടി പാതയിൽ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ദാനം ചെയ്തിരിക്കുക. പത്രോസ് പറഞ്ഞ പദം നമുക്ക് മനഃപാഠമാ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല നിനക്ക് ദാനം ചെയ്തിരിക്കുക. ഞാൻ ആ വാക്യം പറയുമ്പോൾ ഇങ്ങനെ പറയാനുണ്ട്, ഷേണായി പാസ്റ്ററെ, നമുക്ക് പരിജ്ഞാനമില്ലേലും നമ്മളെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ, നിന്നെ വിളിച്ചത് ബോധക്കേട് പിടിച്ച ദൈവം അല്ലെന്ന്, നല്ല ബോധമുള്ള ദൈവമാണ്. സ്തോത്രം. നമുക്ക് പരിജ്ഞാനമില്ലേലും നമ്മളെ വിളിച്ച ദൈവം, നിനക്ക് ശക്തി ഇല്ലെങ്കിലും നിന്നെ വിളിച്ച ദൈവം സർവശക്തനാണ്. നിനക്ക് കഴിവില്ലെങ്കിലും നിന്നെ വിളിച്ച ദൈവം കഴിവുള്ള ദൈവമാണ്. നീ അപ്രാപ്തനാണെങ്കിലും നിന്നെ വിളിച്ച ദൈവം പ്രാപ്തിയുള്ള ദൈവമാണ്. നിനക്ക് കഴിവ് സാമർത്ഥ്യമൊന്നുമില്ലെങ്കിൽ വിളിച്ച ദൈവം ഉന്നതനായ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരോടാ കൂടുതലും പറഞ്ഞത്. പെന്തിക്കോസുകാരന് പറഞ്ഞ് ചുമ്മാ കരഞ്ഞും കൂവി നടക്കരുത്, നല്ല തടിപ്പുറത്ത് വെടി പോലെ നടന്നോണം. എവിടെ പോവാന്ന് ചോദിച്ചപ്പോ പ്രാർത്ഥനയ്ക്ക് പോവാന്ന് പറയണം. എവിടെ പോവാ? പ്രാർത്ഥനയ്ക്ക് പോവാ. എവിടാ? എന്തുകൊണ്ട് വിശേഷം? നിന്റെ കൂടെ ഒരു ചെള്ളു പോലും വരികയല്ല പ്രാർത്ഥനയ്ക്ക്, പിന്നല്ലേ നിന്റെ മാപ്പിള വരുന്നത്. ഒരു ചെള്ളു പോലും. സ്തോത്രം. അല്ല, ഉഷാറോടെ നിന്നോണം. സ്തോത്രം. യോഗമൊക്കെ കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ ചുമ്മാ ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞാൽ പടക്കുതിര പോകും പോലെ പോകണം. അത് കാണുമ്പോൾ തന്നെ മറ്റവന് ഏതാണ്ട് പരിപാടി ഉണ്ടെന്നാ തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് തള്ള 3 തലത്തിൽ ഇരുന്നാ പോയി, ഇതാണ്ട് പക്കി പറക്കും പോലെ. യോഗം കഴിഞ്ഞ നല്ല അജമാംസ രസായനം കഴിച്ച പോലെ വേണം വീട്ടോട്ട് പോകാൻ. അല്ല, കഞ്ചാവ് അടിച്ചേച്ച് പോകും പോലൊന്നും. സ്തോത്രം. റോഡിൽ കൂടെ പോകുമ്പോൾ ഈ പിള്ളേരൊക്കെ കഞ്ചാവ് അടിച്ച് പിള്ളേർ ദൈവമേ അവരെ രക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരോട് സുവിശേഷം പറയാനുണ്ട്, രക്ഷിക്കട്ടെ. അതിപ്പം പഠിതിയൊക്കെ അങ്ങനെ ഇട്ടില്ല. യാതൊരു യമക്കളങ്ങനെ നല്ല പടക്കുതിര പോകും പോലെ പോകണം. നിന്നെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ള ദൈവമാണ്. ജീവന് ഭക്തിക്കും വേണ്ടിയതെല്ലാം ദൈവം ദാനം ചെയ്തെന്ന്. നിനക്ക് പരിജ്ഞാനമില്ല, പക്ഷെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ള ദൈവമാണ്.
Praise the Lord. നിനക്ക് കഴിവില്ല, വിളിച്ച ദൈവം കഴിവുള്ള ദൈവമാണ്. അവിടുന്ന് നിന്നെ പുലർത്തും. നിന്നെ മാത്രം എന്നെ സന്തതിയെ പുലർത്തും. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരുമെന്ന് സ്വർഗത്തിലെ ദൈവം കഴിവുള്ളത്. ഇന്ന് രാത്രി നിരാശയോടെ ഭാരത്തോടെ വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഉപേക്ഷിക്കത്തില്ല, അനാഥരായിട്ട് വിടത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൊണ്ടെന്ന് അരുളി ചെയ്ത നസ്രായനാകുന്ന യേശു ക്രിസ്തു നിന്നെ പുലർത്താൻ വിശ്വസ്തൻ. അതെ, ഓടിച്ചു പോകാം. അപ്പൊ യൂദ ഈ ലേഖനം എഴുതാൻ കാര്യം രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാൻ ആരംഭിച്ചെങ്കിലും എഴുത്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി രക്ഷയെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. പൊതുവിലുള്ള രക്ഷ ഇടയ്ക്ക് കയറി പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ പറയാം, രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂലുകൾ കൊണ്ടോ ഒന്നും രക്ഷിക്കപ്പെടുകയല്ല. പള്ളി പണിത് കൊടുത്തത് കൊണ്ടോ, പള്ളിക്കടുത്ത് വീട് വെച്ചത് കൊണ്ടോ, കുരിശുതൊട്ടി പണിത് കൊണ്ടോ, പെന്തിക്കോസ് ഹോള് പണിത് കൊണ്ടോ, ഹോള് പണിയാൻ സ്ഥലം കൊടുത്തത് കൊണ്ടോ, ഹോളിനകത്ത് 5 പാൻ മേടിച്ചിട്ടത് കൊണ്ടോ, പുൽപ്പിറ്റ് കൊണ്ട് കൊടുത്തത് കൊണ്ടോ, ഉപദേശിമാർക്കും അച്ഛന്മാർക്കും എല്ലാം ചാപ്പാട് കൊടുത്തത് കൊണ്ടോ, അച്ഛന് ലോഹ തയ്പ്പിക്കാൻ 8 മീറ്റർ വെള്ളത്തുണി കൊടുത്തത് കൊണ്ടോ എനിക്ക് അന്ന് ഒരു 4-5 മീറ്റർ തരണം, ഇതൊക്കെ ഉള്ളത് കൊണ്ട്. അല്ലാതെ കുഴപ്പമല്ല, തന്നത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. നീ പാസ്റ്ററുടെ ഭാര്യ ആയതുകൊണ്ടോ, പാസ്റ്റർ ആയതുകൊണ്ടോ, പാസ്റ്ററുടെ മോൻ ആയതുകൊണ്ടോ, വല്യപ്പൻ പാസ്റ്റർ ആയതുകൊണ്ടോ, കോട്ടയം സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ, സഭയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടോ, പുള്ളിയുടെ ഭാര്യ നിനക്ക് അച്ചത്തിലായിപ്പം ഒന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. മംഗളം ദേവദേവന് പ്രതിദിനവും, മംഗളം ദേവദേവന്, മംഗളം ദേവദേവന് പ്രതിദിനവും, മംഗളം ദേവദേവന്. മംഗളം